ഹലോ, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീക്കെൻഡൊക്കെ കഴിഞ്ഞു. ഫ്രൈഡേ സാറ്റർഡേ വീഡിയോസ് എല്ലാം ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇത് വീക്ക് ഡേയിലെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഓഫീസും സ്കൂളും എല്ലാം ഉള്ള ഒരു നോർമലായിട്ടുള്ള ഒരു റെഗുലർ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനാണ്. കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഡിന്നറിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കുറച്ച് എക്സ്ട്രാ കരുതിയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് ദോശയാണ്. അപ്പോൾ ദോശയും ചിക്കൻ റോസ്റ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സെയിം ചിക്കൻ റോസ്റ്റ് ഞാൻ നൈസ് പത്തിരിയുടെ കൂടെയാണ് കഴിച്ചിരുന്നത്. അപ്പോൾ വളരെ അടിപൊളി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഇത് ദോശയ്ക്കും പുട്ടിനും അതുപോലെ തന്നെ അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇതാ ഒരു ഗ്ലാസ് ചൂട് ചായയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ദോശ, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സവോളയുടെയൊക്കെ ഒരു ടൊമാറ്റോയുടെയും സവോളയുടെയൊക്കെ ഒരു ലൈറ്റ് സ്വീറ്റും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയുടെയും അതുപോലെ തന്നെ ചില്ലി പൗഡറിൻ്റെയൊക്കെ ഒരു എരിവോട് കൂടിയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം പൊരിച്ച് മാറ്റിയതിന് ശേഷം സവോള വഴട്ടി ആ ഒരു മസാലയിലേക്ക് ഇട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കിയ ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ റെഡിയാക്കാം. ഇതെന്തോ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് ഇത് കൂടുതലും ഞാൻ ബോൺലെസ് പീസസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബോൺലെസ് പീസസ് ഫ്രൈ ചെയ്തതിന് ശേഷം സവോളയൊക്കെ വെച്ചിട്ടുള്ള മസാല റെഡിയാക്കി അതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തു. അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേരയ്ക്ക ഫ്രൂട്ടായിട്ട് 2 പേരയ്ക്ക എടുത്ത് കഴിച്ചു. അതിനുശേഷം നമ്മുടെ ലഞ്ചിൻ്റെ തട്ടിക്കൂട്ട് പരിപാടിയിലേക്ക് കയറി. ലഞ്ചിന് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചോറും കറികളും ഭയങ്കര ആർഭാടമായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചെന്ന് പറയുന്നത് ചോറില്ലാത്ത ലഞ്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചോറില്ലെങ്കിൽ പോലും ഇതുപോലെയുള്ള പലഹാരങ്ങൾ, നമ്മുടെ പുട്ട്, ദോശ, ചപ്പാത്തി, അപ്പം, ഈ വക ഐറ്റംസൊക്കെ ലഞ്ചിൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല ചൂട് അരിപ്പുട്ട്. അപ്പം ഇന്ന് ഞാൻ ഒരുപാട് കറിയായിട്ടൊന്നും പുട്ടിന് എടുക്കുന്നില്ല. ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, ചിക്കൻ ഫ്രൈയും ചൂട് പുട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഗ്രേവിയും കറികളും ഒന്നും കൂട്ടി കഴിക്കാത്തത് കൊണ്ട് തന്നെ പുട്ടിന് കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂട് പുട്ടും കുറച്ച് കൂടുതൽ തേങ്ങയും ചേർത്ത് ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ഒക്കെ ചേർത്ത് പുട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചൂട് പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് പൊറോട്ട കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചൂട് അപ്പം, അതുപോലെ തന്നെ ചൂട് പുട്ടാവുമ്പോൾ കറി ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ അതിൽ ഉൾപ്പെടുത്തും. പിന്നെ ഇന്ന് കറിയില്ലായ്മയില്ല, ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈ. അപ്പോൾ ചിക്കൻ എനിക്ക് കഴിക്കാനുള്ള ലഞ്ചെന്ന് പറയുന്നത് ഒരു ചിരട്ട പുട്ടും അതുപോലെ തന്നെ 2-3 ചിക്കൻ ഫ്രൈയുമാണ് എടുത്തിരിക്കുന്നത്. സാറാക്ക് ചോറും ചിക്കൻ ഫ്രൈയും കറിയുമാണ് കൊടുത്തത്. മക്കൾക്ക് ഇതല്ല. ഞാൻ ലഞ്ചിന് ഈ വക ഐറ്റംസ്, അപ്പം, ദോശ, ചപ്പാത്തി, ഈ വക ഐറ്റംസ് ആണെങ്കിലും മക്കൾക്ക് ഞാൻ കഞ്ഞി, ചോറ്, അവർ നോർമലി അവർക്ക് എന്താണോ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ തേങ്ങ കണ്ടോ, കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് ആ പുട്ട് അങ്ങ് ഉടച്ച് ആ ഒരു ചെറിയ പീസ് ചിക്കൻ ഫ്രൈയും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫിഷ് ഫ്രൈയും നല്ലതാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഡ്രൈ ആണ്, കാണുമ്പോഴത്തേനും വളരെ ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷേ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ, ഇത് തണുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് പുട്ടായിരിക്കണം. ചൂട് പുട്ടാകുമ്പോഴത്തേനും വളരെ സോഫ്റ്റാണല്ലോ. ഈ ടൈമിൽ പുട്ടെന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ പുട്ട് കഴിക്കണമെങ്കിൽ നല്ല ചൂട് പുട്ട് തന്നെ ആയിരിക്കണം. പിന്നെ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ, അത് ലൈറ്റായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അത് നമ്മുടെ പുട്ടിൻ്റെ
കൂടെ ഇങ്ങനെ എന്താണ് പുട്ടുപൊടിയുടെ കൂടെ ഇട്ടിട്ട് വിടുവാണെങ്കിൽ അത് ഭയങ്കര ഒരു സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇറച്ചിപ്പുട്ടെന്നൊക്കെ പറയുമല്ലോ, ഇറച്ചിപ്പുട്ട്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, കാരണം ഇത് തന്നെ എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ കഴിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ എന്താണ് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ബീഫ് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് ക്രഷ് ചെയ്ത് പുട്ടിൻ്റെ കൂടെ ചേർത്തിട്ട് ഇറച്ചിപ്പുട്ടായിട്ടും കഴിക്കും. അത് നമ്മുടെ വീടുകളിലൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും മുളക് ബജ്ജി, ഇത് വീട്ടിൽ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ മുളക് ബജ്ജി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, മുളക് ബജ്ജി ടൊമാറ്റോ സോസും കൂട്ടിയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുളക് ബജ്ജിയുടെ ബാറ്റർ റെഡിയാക്കുമ്പോൾ ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ഇടണം. അപ്പോൾ നമ്മുടെ മുളക് ബജ്ജി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതായിരുന്നു. അപ്പോൾ 2 എണ്ണം ബാക്കിയിരുന്നത് ഞാൻ ജസ്റ്റ് കഴിച്ചെന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കോളിഫ്ലവർ ബജ്ജിയാണ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ സാറ്റർഡേയിലോ അല്ലെങ്കിൽ ഫ്രൈഡേയ്സിലോ ഒക്കെ വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ പ്രാവശ്യം ബജ്ജി മുളക്, അതുപോലെ തന്നെ കോളിഫ്ലവർ, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കായ, ഇതൊക്കെ ഞാൻ കുറച്ച് എടുത്തായിരുന്നു. എന്നാന്ന് വെച്ചാൽ ബജ്ജി പൊരിക്കാൻ എന്നുള്ള പ്ലാനിൽ തന്നെയാണ്. അപ്പോൾ വെറുതെ നമ്മൾ ഫ്രിഡ്ജിൽ കൂട്ടി വെക്കുകയാണെങ്കിൽ അത് ചീത്തയായി. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസം ഓരോരോ ഐറ്റംസ് ഇപ്പോൾ ഈവനിങ് നോക്കി റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതളുകളെല്ലാം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഒരു 10-15 മിനിറ്റ് ഞാനിട്ട് തിളപ്പിക്കും. കാരണം കോളിഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത വളരെ മൈക്രോ ആയിട്ടുള്ള വേംസ്, അതുപോലെ തന്നെ പുഴുവിൻ്റെ കുത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടമാനം അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു കോളിഫ്ലവർ ബഡ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പുറമേ കോളിഫ്ലവർ ക്ലീൻ ആയിട്ട് തോന്നിയാലും നമ്മളത് ട്രസ്റ്റ് ചെയ്യാതെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഷുവറായിട്ടും വെറുതെ ടാപ്പ് വാട്ടറിലൊന്നും കഴുകിയാൽ പോരാ, ഒരു 10-15 മിനിറ്റ് മഞ്ഞപ്പൊടി ഉപ്പിട്ടുള്ള വെള്ളത്തിൽ തിളപ്പിക്കണം. ഞാൻ കോളിഫ്ലവർ റെഡിയാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പ്രോസസ്സ് എന്നും ചെയ്യാറുണ്ട്. അപ്പോൾ ഓക്കെ, ഒരു 15 മിനിറ്റ് മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ബജിക്കുള്ള ബാറ്റർ, നമുക്ക് ബജിക്ക് ബാറ്റർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബാറ്റർ റെഡിയാക്കാം. ഞാൻ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് കടലമാവുണ്ടല്ലോ, കടലമാവും മൈദയും മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായത്തിൻ്റെ മണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സാധാരണ കോമൺ ആയിട്ട് ഞാൻ ബജ്ജിക്ക് മാവ് കുഴയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറ്റങ്ങളൊക്കെ വരുത്തും. ചിലപ്പം മൈദയ്ക്ക് പകരം ഞാൻ ഗോതമ്പ് പൊടി എടുക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ മൈദയ്ക്ക് പകരം കോൺഫ്ലോർ എടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാം ഏകദേശം ഒരേ ടേസ്റ്റാണ്. അപ്പം നമ്മളെപ്പോഴും കടലമാവ് കുറച്ച് ചേർക്കണം. കടലമാവ് കുറച്ച് ചേർത്താലാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ബജ്ജീസ് എന്ന് പറയുന്നത്. മുളക് ബജ്ജി ആണെങ്കിലും, മുട്ട ബജ്ജി ആണെങ്കിലും, നമ്മുടെ വാഴയ്ക്ക ബജ്ജി ആണെങ്കിലും, കോളിഫ്ലവർ ബജ്ജി ആണെങ്കിലും, പിന്നെ ഒരുപാട് പഴുത്തു പോകാത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഈ സെയിം ബാറ്ററിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ സ്വീറ്റ് ആൻഡ് സ്പൈസ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഒന്നാമത് ഈ സ്വീറ്റ് ആൻഡ് സ്പൈസ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഏത്തപ്പഴവും ഇതുപോലെ ബജ്ജിയാക്കി പൊരിച്ച് നല്ല മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറമേ നല്ല ക്രഞ്ചി ആയിട്ടുള്ള കോളിഫ്ലവർ ബജ്ജി. അപ്പോൾ അത് നല്ല ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിച്ചു. മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ലിച്ചി ഫ്ലേവറിലുള്ള നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് അത് കുടിച്ചു. അതിനുശേഷം പിന്നീട് ഇതാണ്
ഡേറ്റ്സ്. അപ്പോൾ 1-2 ഡേറ്റ്സ് എടുത്ത് അത് കഴിച്ചു. അപ്പോൾ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ സോയാബീൻ ചങ്ക്സിൻ്റെ ഒരു റോസ്റ്റുമാണ് ഇന്ന്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ ഡിന്നറായ സമയത്ത് അവൾ ഇത് തന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഈ സോയ ചങ്ക്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഫ്രൈഡ് റൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thank you.